ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കണ്ടെയ്നർ ലോഡാണേ. അപ്പോൾ ഇത് മൈസൂർ നിന്നായിരുന്നു ലോഡ്. ലോഡിങ് വന്നിട്ട് ക്രെയിനിലാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി രാവിലെ തന്നെ ലോഡാവും വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ലോഡാകുമ്പോൾ ഏകദേശം വൈകുന്നേരമായി. അങ്ങനെയായിട്ട് നമുക്ക് സ്പോട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. ലോഡ് ആക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നതോടെ ദിവസം കഴിഞ്ഞു. ഇന്നലെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ 9:30 പോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 9 മണിയായി സമയം. അപ്പോൾ നമ്മളിന്ന് പോകാൻ നിൽക്കുന്നത് ഇത് 20/8/8 കണ്ടെയ്നറാണ്. അപ്പോൾ നോർമൽ കണ്ടെയ്നർ ഷിഫ്റ്റ് ആക്കുന്ന വണ്ടി ഫ്ലാറ്റ് ബെഡ് തന്നെ വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനത്തെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വണ്ടിയിലാണ് കയറ്റി വന്നിട്ടുള്ളത്. നമുക്ക് ഏകദേശം ഒരു 4-5 അടീൻ്റെ അടുത്ത് പുറത്തേക്കുണ്ട്. റാമ്പിലാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത്. എന്നാലും അതൊന്നും വിഷയമല്ല. നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ നമ്മൾ റോപ്പിലും ലോഡാക്കി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത പോലെ. റാമ്പ് വിട്ടിട്ട് ഇത്രയാണ് എക്സ്ട്രാ ഉള്ളത്. ഏകദേശം ഒരു 5 അടീൻ്റെ അടുത്ത് പുറത്തേക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ലോക്കൊക്കെ നല്ലോണം ആക്കിയിട്ടുണ്ട്. കറക്റ്റാണ് നമ്മളെ വണ്ടിക്ക്. നമ്മൾ 2 സൈഡ് ഡോർ ഓപ്പൺ വെച്ചിട്ടുണ്ട്. ഡോർ ഓപ്പൺ വെച്ചതെന്ന് വെച്ചാൽ അത് ഇടാനും പിടിക്കാനെല്ലാം കുറച്ച് കഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട്. 8 അടീൻ്റെ കണ്ടെയ്നറാണ്. നമ്മളെ ബോഡി വിഡ്ത്തും 8 ഫീറ്റ് തന്നെ ഉണ്ട്. ഓക്കെ, നമ്മളിതെടുത്തിട്ട് പുറപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മളെ പൈലറ്റ് മാറിയിട്ടുണ്ട്. ആദ്യത്തെ പൈലറ്റ് 4 ദിവസം വരുമ്പോഴേക്കും പുള്ളിക്കാരൻ നിർത്തി. പുള്ളിക്കാരൻ്റെ വിചാരം ഈ റിക്കവറിക്ക് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ അതിൻ്റെ കഷ്ടം മനസ്സിലാക്കിയതോടെ പുള്ളിക്കാരൻ പോയ വഴി പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഫ്രണ്ട്സ്, ഇവിടെയാണ് ഇങ്ങനെ ഇറക്കാൻ പറഞ്ഞുള്ളത്. ഇത് ഭയങ്കര ഒരു ടഫായിട്ടുണ്ട്. ഇവിടെ എന്ത് വന്നാലും വണ്ടി താവൂ എന്നല്ലാണ്ട് വണ്ടി തിരിച്ചു കയറുന്നത് റൂൾഡ് ഔട്ടാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന പണി എപ്പോഴും റിസ്ക് ഉള്ളത് തന്നെയാണ്. അവർ പറയുന്നത് വിഞ്ച് ഉണ്ടല്ലേ, വിഞ്ചിൽ എന്തെങ്കിലും ആക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പില്ല, എന്നാലും നോക്കാം. ഇറക്കി കൊടുക്കുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. നമ്മളെ വണ്ടി അങ്ങ് താഴെ നിർത്തിയിട്ടുള്ളത്. ഏകദേശം ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ മുകളിൽ കയറാനുണ്ട്. ഏകദേശം ഒരു 4 ഹെയർ പിൻ ബെൻഡ്സ് ഉണ്ട്. ഫുൾ ടഫ് ടെറേനാണ്. ഫ്രണ്ട്സ്, നമ്മൾ സൈറ്റെല്ലാം നോക്കി കഴിഞ്ഞ് ഇപ്പോൾ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കണം, അതാണ് നമ്മളുടെ ടാർഗറ്റ്. നമ്മളിപ്പോൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കണ്ടെയ്നർ ഉണ്ട്. നമ്മൾ ഫ്രണ്ടിൽ 1-2 എസ്കോട്ടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് അവിടെ 2-3 ഹെയർ പിൻ ബെൻഡ്സ് ഉണ്ട്. അത് തന്നെയാണ് കുറച്ച് ടഫായിട്ടുള്ളത്. പിന്നെ ഇവർ എങ്ങനെ ഇറക്കുക എന്താണെന്നുള്ളത് അവിടെ പോയിട്ട് വേണം തീരുമാനിക്കാൻ വേണ്ടി. നമ്മളവിടെ പോയങ്ങനെ പ്ലാൻസ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. ഇവിടെ ചെറിയ പണിയായിട്ടുണ്ട്. അട്ട കയറിയിട്ടുണ്ട്. ആയോ ಸುಡ್ಬೇಡ ಹಂಗೆ ಬಿಡೋದು ಮತ್ತೆ ಎಳ್ದು ಬಿಡ್ತೀನಿ. ಬೇಡ ಬೇಡ, ಎಳ್ದು ಬಿಟ್ರೆ ಅದು ಇನ್ಫೆಕ್ಷನ್ ಆಗುತ್ತೆ. ಅಯ್ಯೋ ಆ ಕಡೆ ಹಾಕಿ ಬ್ರೋ, ಎಳ್ಬಿಟ್ಟು ಕಂಡ್ರ ಎತ್ತಿರಿ ಬೇಗ. ಇನ್ನು ಇನ್ಫೆಕ್ಷನ್ ಬಿಡ್ತಾ ಇಲ್ಲ ಬ್ರೋ. ಇದು ಬಿಡ್ದಲ್ಲ, ಬಿಡ್ತು. ಎಲ್ಲೋಯ್ತು ಗೊತ್ತಿಲ್ಲ, ಆ ಕಡೆ ಎಲ್ಲ ಹೋಯ್ತು. ആകെ ഓരോ ഹെയർ പിൻ ബെൻഡിൽ നമ്മൾ 2 പ്രാവശ്യം വെച്ചിട്ടാണ് റിവേഴ്സ് അടിക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ ഫ്രണ്ട് ടയർ ഓവർ സൈസാണ്. അങ്ങനെയായിട്ട് കട്ടിങ് കുറവുണ്ട്. പിന്നെ അവിടുത്തെ ഹെയർ പിൻ ബെൻഡ്സും അതുപോലെ തന്നെയാണുള്ളത്. അത് ആക്ച്വലി ഭയങ്കര ഒരു സ്റ്റീപ്പ് ഹില്ലാന്നുള്ളത് താമര റിസോർട്ട്. അപ്പോൾ അങ്ങോട്ട് കയറി പോകുന്നതും കുറച്ച് ടാസ്ക് ഉള്ളത് തന്നെയാണ് ഇങ്ങനത്തെ വലിയ വണ്ടികൾക്ക്. അപ്പോൾ ഈ കണ്ടെയ്നറായിട്ട് പോകുന്നത് നോക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഇതെങ്ങനെ അവിടെ എത്തും എന്നുള്ളത് എല്ലാവർക്കും ഒരു
ഒരു ത്രില്ല് തന്നെയാണ് നമുക്ക്. എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഇങ്ങനത്തെ ഒരു ടെറൈനിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ റിസ്ക്കൊക്കെ കൂടുതൽ എടുക്കാറുണ്ട്. ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ എത്തിക്കുന്നതോടെ നമ്മളുടെ മെയിൻ ടാസ്ക് കഴിയും. ബാക്കിയുള്ളതെല്ലാം JCBയും വിൻച്ചുമായിട്ട് നോക്കിക്കോളും. അപ്പോൾ നമുക്ക് വണ്ടി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിക്കാനും മറിക്കാനൊന്നും സ്ഥലം ഉണ്ടായിട്ടില്ല. പിന്നെ ചെറിയൊരു ഗ്യാപ്പ് നോക്കിയിട്ടൊക്കെയാണ് വണ്ടി തിരിച്ചത്. ಇದೆ ಸ್ವಲ್ಪ ನೋಡ್ತೆ ಅಡಿ ನೋಟೆ ನೀನು I don't want to make. I don't keep your covered, so it's like. ಇಲ್ಲ ಸರ್ Take it in round there. പിന്നെ കുറേ ആൾ വിചാരിക്കും ഇവിടത്തേക്ക് ക്രെയിന് പോയിക്കൂടായിരുന്നു എന്നുള്ളത്. പക്ഷേ മെയിൻ തിങ് അവിടെ ക്രെയിനിന് ഉള്ള ആക്സസ് ഇല്ല, അതാണ്. ഇപ്പോൾ അവിടെ ഇറക്കിയാലും കൂടി ക്രെയിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പ്ലസ് ക്രെയിൻ അങ്ങോട്ട് താഴോട്ടേക്ക് ഇറക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷൻ ഇല്ല. അതുകൊണ്ടാണ് JCB പിന്നെ വിഞ്ച് ഉപയോഗിച്ചിട്ട് കണ്ടെയ്നർ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ ആക്ച്വലി വണ്ടി ഇങ്ങനെ കുറേ സാഹചര്യങ്ങളിൽ റിക്കവർ ആക്കാറുണ്ട്. പക്ഷേ കണ്ടെയ്നർ ഇതാദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്പോട്ടിലേക്ക് എത്തിക്കുന്നത്, ഒരു മരത്തിനൊക്കെ വിഞ്ചിങ് ആക്കിയിട്ട്. അപ്പോൾ ഒരു മരത്തിലേക്കാണ് നമ്മൾ പുല്ലി കണക്ട് ആക്കിയിട്ടുള്ളത്. പിന്നെ മെയിൻ റോഡിൽ നിന്നുകൊണ്ടാണ് വിഞ്ച് ഓപ്പറേറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് ഈ റോപ്പ് നമ്മൾ ആ മരത്തേക്ക് കണക്ട് ആക്കിയിട്ടുള്ളത്. അവിടുന്ന് അങ്ങനെ അതിൻ്റെ ഇനിയൊരു കണക്ഷനാണ് ഇവിടത്തേക്കുള്ളത്. ഇതിന് ജസ്റ്റ് കണ്ടെയ്നറിന് നമ്മൾ ഡീവേറ്റ് ആക്കുന്നതാണ്, ബാക്കിൽ JCB ഉണ്ട് തള്ളാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, ഇവിടുന്ന് നമ്മൾ ഓപ്പറേറ്റ് ആക്കിക്കൊണ്ടുള്ളത് വേറെ താഴോട്ട് ഒരു മരത്തിന് കണക്ട് ആക്കിയിട്ടാണ് കണ്ടെയ്നറിൻ്റെ മറ്റു വശം വലിച്ചുകൊണ്ടുള്ളത്. സോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയായിട്ട് എനിക്ക് ഇവിടെ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ JCB താഴെ കാണാം തള്ളുന്നത്. അങ്ങനെ നമ്മൾ സ്പോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇപ്പോഴാണ് നമ്മൾ ഓപ്പണാക്കി നോക്കിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം കാലി കണ്ടെയ്നറാണ്. ഏകദേശം ഈ കണ്ടെയ്നറിൻ്റെ വെയിറ്റ് 2-3 ടൺ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മണ്ണ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ടായത്. മണ്ണ് ഹാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കുറച്ചും കൂടി പെട്ടെന്ന് വന്നേനെ. അതുപോലെ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
സർജി പേയ്മെൻറ്റ് ആ പണം നമുക്ക് മെയിനായിട്ട് ആ റോഡിൽ അധികം നേരം നിർത്താൻ പറ്റുന്നുണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ റിസോർട്ടിലേക്കുള്ള ഏക റോഡ് അതായിരുന്നു. സോ അതാണ് ബാക്കിൽ കാണുന്നത് നിങ്ങൾക്ക് ആ ടെമ്പോ ട്രാവലർ. അതുപോലെ നമുക്ക് ഇടയ്ക്ക് വണ്ടികൾ വന്ന് വെയിറ്റ് ആക്കുന്നുണ്ടായി. നമ്മൾ ഇടയ്ക്ക് വണ്ടി മാറ്റലും പിന്നെയും തിരിച്ചു വെക്കലും പിന്നെയും വിഞ്ചാക്കലും ഇതന്നെയായിരുന്നു. സോ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് കാണാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.